പെർപ്ലക്സിറ്റിക്ക് പറ്റിയ വലിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു അമ്പളി നിങ്ങൾ കണ്ടോ? ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് AI കമ്പനികളിൽ ഒന്നായ പെർപ്ലക്സിറ്റി ഇന്ത്യയിലെ .in അല്ലെങ്കിൽ perplexity.in എന്ന ഡൊമൈന് അവർ ബുക്ക് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ വാങ്ങാൻ മറന്നുപോയി. ഇപ്പൊ എന്താ സംഭവിച്ചെന്നോ? ആരോ ആ ഡൊമൈന് വാങ്ങിയിട്ട് അത് നേരെ ഗൂഗിൾ ജെമിനിയിലോട്ട് റീഡയറക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ഗൂഗിളിന്റെ പണിയാവാൻ സാധ്യതയില്ല, ഏതെങ്കിലും ഒരു ഡൊമൈൻ വാങ്ങുന്ന ആളുകൾ ചെയ്തായിരിക്കും. അതായത് സ്വന്തം കടയിലേക്ക് വരാൻ നിൽക്കുന്ന കസ്റ്റമറെ നേരെ എതിരാളിയുടെ കടയിലേക്ക് പറഞ്ഞു വരുന്ന അവസ്ഥ. നിങ്ങൾ ഗൂഗിൾ പോയിട്ട് URL സെക്ഷനിൽ perplexity.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ അത് റീഡയറക്റ്റ് ആയി പോകുന്നത് ഗൂഗിൾ ജെമിനിലോട്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഡൊമൈനും വെബ്സൈറ്റും ഒക്കെ ബിസിനസ് പച്ച പിടിച്ചിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ആര് നോക്കാനെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പണി പാളും. നാളെ നിങ്ങൾ ദാസപ്പൻ മൊബൈൽസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ കട തുടങ്ങാൻ എത്തിക്കോ. ഞാൻ പോയിട്ട് ആ ദാസപ്പൻ മൊബൈൽസ്.in എന്ന ഡൊമൈൻ അങ്ങോട്ട് വാങ്ങും. എന്നിട്ട് നേരെ അടുത്തുള്ള ശശി മൊബൈൽസിലോട്ട് ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതേ അവസ്ഥയാണ് ഇപ്പോൾ പെർപ്ലക്സിറ്റിക്കും. കസ്റ്റമർ ദാസപ്പനെ ഗൂഗിളിൽ തരും, പക്ഷെ ചെല്ലുന്നത് ശശിയുടെ കടയിലോട്ടായിരിക്കും. അതുകൊണ്ട് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ആ പേര് അങ്ങ് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കണം, ഇല്ലെങ്കിൽ പണി ഗൂഗിൾ വഴി വരും. പെർപ്ലക്സിറ്റിയുടെ കേസിൽ അത് വലിയ ഇഷ്യൂ ആയിക്കോളുന്നില്ല. കാരണം എല്ലാവരും URL പോയിട്ട് .in സെർച്ച് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യം കുറവാണ്. പലരും നേരെ സെർപ്പിൽ തന്നെ കയറായിരിക്കും. പക്ഷെ നമ്മുടെ കേസിൽ ചിലപ്പോൾ അത് അങ്ങനെ കിട്ടിക്കോളുന്നില്ല. അവർക്ക് ബ്രാൻഡ് ലൈക്ക് എത്തിക്കലായിട്ട് മൂവ് ചെയ്തിട്ട് അതൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ കേസിൽ അങ്ങനെ ആയിക്കോളുന്നില്ല. സോ ബി അവെയർ.